ഇന്ത്യനെ കൊന്ന് ആളുണ്ടാക്കി തന്നെ ആള് നശിപ്പിച്ചു കളഞ്ഞു. അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. നന്നായിട്ടല്ലോ. ആരാ ലാഗ് പറയുന്നത്? മൂവി എങ്ങനെയുണ്ട്? അടിപൊളി പടം. അടിപൊളി. നല്ല രസമുണ്ട്. മൂവി എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അടിപൊളി. മൂവി എങ്ങനെയുണ്ട്? അത്ര പോരാ, ലാഗാണ് ഫുള്ള്. മൂവി എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? പോരാ. മൂവി എങ്ങനെയുണ്ട്? മൂവി കുഴപ്പമില്ല, പക്ഷെ വണ്ണിന്റെ അത്ര ഒന്നുമില്ല. ഇതിന്റെ 3 വരാണ്ട? പാർട്ട് 3 വരാണ്ട? പാർട്ട് 3 വരുമെന്നൊന്നും തോന്നുന്നില്ല. ഈ നിലയ്ക്കാണ്. ചേട്ടാ മൂവി എങ്ങനെയുണ്ട്? മൂവി ഇപ്പോഴത്തെ ട്രെൻഡില് കുഴപ്പമില്ല. ഇനി 3ാം പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കണ്ടിരിക്കാം. എടുത്തു പറയാനുള്ള എന്താണ്? എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരു ആക്ഷൻ ലൈനുകളൊക്കെ ഭംഗിയായിട്ടുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓവർ പ്രതീക്ഷ കൊടുത്ത് വന്നാൽ അത്രയ്ക്ക് കണ്ടു കാണാനില്ല. നമുക്ക് എടുത്തു പറയാനുള്ള എന്താണ് മൂവിയിലുണ്ട്? ഇത് പറയാൻ കമൽഹാസന്റെ ക്യാരക്ടർ തന്നെ. ആക്ഷൻ ഒക്കെ എങ്ങനെ? ആക്ഷൻ കുഴപ്പമില്ല. മൂവി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 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 ആവറേജ് ബ്രോ മൂവി എങ്ങനെയുണ്ട്? പോരാ. ആവറേജും ഇല്ല. ആവറേജിന് കുറവാണ്. എങ്ങനെയുണ്ട് ഇവന്റെ അഭിനയം? എങ്ങനെയുണ്ട് കമൽഹാസന്റെ? പഴയ പടം കണ്ട പോലെ ഫീൽ ചെയ്യാം. പുതിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറേ നമുക്കോട് പറ്റാത്ത എന്തൊക്കെയോ സാധനം ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കി നടന്നില്ല. ബ്രോ മൂവി എങ്ങനെയുണ്ട്? മൂവി അത്ര മോശം. മൂവി എങ്ങനെയുണ്ട്? അടിപൊളി. എന്താ എടുത്ത് പറയാനുള്ളത്? പുതിയ ഐറ്റംസുകളായിട്ട് സെറ്റായിട്ട് ഇവിടുത്തെ വ്യത്യാസ കഥാപാത്രങ്ങളായിട്ട് ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്കാണ്ട് ഇതായി ഇല്ല പടം. കാരണം ഇന്ത്യയില് കുറച്ച് സീൻ കുഴപ്പമില്ല. രക്ഷയില്ല, കാണില്ല. എന്തേ പറ്റിയാവോ? ശരിയാ, 3ാമത്തെ പേരുകളൊക്കെ ശരിയാവും വിചാരിക്കുന്നു. മൂവി എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? പടം കുഴപ്പമില്ല. കമൽഹാസന്റെ പെർഫോമൻസ് ടോപ്പ് കേട്ടോ. സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. പോരാ, വിചാരിച്ചത്ര പോരാ. ഡയറക്ടർ കുറെ മാറണം. ശങ്കർ കുറച്ചുകൂടി മാറണം. പഴയ ചിന്താഗതി കൊണ്ട് മാറണം. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താ എടുത്ത് പറയാനും എന്താ സിനിമ? എടുത്ത് പറയാനുള്ളത് കുറെ ലാഗാണ്. ഫിലിം കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ പഴയ ഇന്ത്യനില് നമ്മള് പറയുകയാണെങ്കിൽ കമൽഹാസൻ എന്ന് പറയുമ്പോൾ ഇത് നോർമലാണ്. ഇതിന് കുറെ മാർഷൽ ആർട്സ് ഒക്കെ കാണി കുത്തി കയറ്റിയിട്ടുള്ള ഫീലിങ്സ് വന്നിട്ടുണ്ട്. വിചാരിച്ചത്ര പോരാ. കണ്ടിരിക്കാം, പക്ഷെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്യും. ഇത് മൊത്തം ഒരു ആക്ഷൻ ഫിലിമായ കുറച്ച് ആക്ഷൻ ഫിലിം ആയിട്ട് മാറി. ആ ഇന്ത്യന്റെ സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഇതൊന്നും ഇല്ല. ഇന്ത്യന്റെ ഒറിജിനാലിന്റെ ഭാഗം പോകില്ല. ഫസ്റ്റിന്റെ അത്ര പോരാ. എന്താണ് ഇതിൽ വന്നുള്ള മാറ്റങ്ങൾ? എന്താണ് അതിനനുസരിച്ച് കഥ ഒരു ലെവലില്ലാത്ത രീതിയിലാണ്. കുറെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പോകാനത് കറക്റ്റായിട്ടുള്ള ഒരു ലെവലിലേക്ക് ലോജിക്കില്ല. അതാണ് സംഭവം. ഇന്ത്യ ഫസ്റ്റ് സൂപ്പർ. അത് ഒരു ജനപ്രതിനിധി ഇനിയിപ്പോ ഇന്ത്യൻ 3 വരുന്നുണ്ട്. അത് എന്തായിരുന്നു പറയാൻ പറ്റില്ല. ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവസ്ഥ എന്ന് പറയാം. പക്ഷെ റിലീസ് സ്റ്റാർട്ടിങ് നമുക്ക് റിപ്പോർട്ടൊന്നും കാണാത്ത എന്തായിരിക്കും എന്നൊരു ആകാംക്ഷയിൽ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ കണ്ടു നോക്കുമ്പോഴാണ് വളരെ മോശമായിട്ട്. സിനിമ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് മൂവി? അടിപൊളി. 2025 ആവണ്ടേ? പിന്നെ പല ആളുകളും ലാഗിങ് പറയണ്ടല്ലോ. ഒരു ലാഗിങ് ഇല്ല. ഞാൻ സാധാരണ നൈറ്റ് ഡ്യൂട്ടി ഉറപ്പിച്ചിരുന്ന ആളാ. ഒരു പോളെ കണ്ടുപോട്ടാതെ കണ്ട്. അല്ല, കുറെ ആളുകൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. നന്നായിരുന്നു. ആക്ഷൻ ഒക്കെ എങ്ങനെയാണ്? ആക്ഷനൊക്കെ ആണ് രസം. എങ്ങനെ കമൽഹാസനെ പുതിയ ലുക്കിൽ കാണാൻ എങ്ങനെ? നോ പ്രോബ്ലം. നന്നായിട്ടല്ലോ. നന്നായിരുന്നു. ആരാ ലാഗ് പറയുന്നത്? ഒരുപാട് ആളുകൾ ലാഗ് പറയുന്നുണ്ട്. നല്ല മൂവി. ഇതിന്റെ 3ാം ഭാഗം വരുന്നുണ്ട് അല്ലേ? വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യണം. ഓക്കെ.